റാപ്പർ വേടനെതിരെ വീണ്ടും പീഡന പരാതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകി യുവതികൾ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും പരാതി. മുത്തി, 2 യുവതികളാണ് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത്. സ്ത്രീപീഡനത്തിന് പുറത്താക്കല്ലേ? ആദ്യത്തെ യുവതി ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്ന ആളായിരുന്നു. നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാൻ പറയാനും ആരുമില്ലേ? ഇല്ല. അതിന്റെ കുഴപ്പ. കൊച്ചിയിലെത്തി വേടന്റെ ഒരു ഫ്ളാറ്റിൽ വെച്ച് അവരെ ആദ്യം കടന്നു പിടിച്ചു. അത് എതിർത്തപ്പോൾ അവരെ ക്രൂരമായി ഉപദ്രവിച്ചു എന്നാണ് ആദ്യത്തെ പരാതി. നിനക്ക് വേറെ പണിയൊന്നുമില്ല ചെക്ക. എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്തെ? രണ്ടാമത്തെ പരാതി ഇവിടെയൊക്കെ തന്നെ ഉള്ള ഒരു പ്രമുഖയായ സംഗീതജ്ഞയാണ്. സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല. കൊച്ചി തൃക്കാക്കര പോലീസ് ഒരു വേടനെതിരെ കേസ് എടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ തുടർച്ചയായി പരാതികൾ വരുമ്പോൾ ഈ യുവതികൾ കൂടി വേടനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വേടനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയോ പോലും ചെയ്തിട്ടില്ല. എത്ര പെൺകുട്ടികളെ ചതിച്ചുണ്ടാവുക, ഇവനൊക്കെ കൈ കിട്ടിയ പൊട്ടിക്കായിരുന്നു. നേരത്തെ തന്നെ ഈ പരാതികൾ ഉയർന്നു വരുമെന്ന് പറഞ്ഞിരുന്നു. വേടനും വേടന്റെ കുടുംബവും ഒക്കെ ഇടയ്ക്ക് പ്രതികരിച്ചത് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണ്, അതിന്റെ ഭാഗമായി ഉയർന്നു വരുന്ന പരാതികൾ എന്നാണ്. പക്ഷേ എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ മഹിമയാണെന്ന് പറഞ്ഞു വരികയായിരുന്നു.